ഹലോ എവരി വൺ, IUF ജേണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു IUI ബന്ധപ്പെട്ട വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ തന്നെ IUI ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആവാൻ സാധിക്കുമോ? അതാണ് ഇന്നത്തെ വിഷയം. അതായത് IUI സെൽഫ് ഇൻസെമിനേഷൻ കിറ്റുകളെല്ലാം നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെ എല്ലാത്തിലും അവൈലബിൾ ആണ്. നമുക്കത് വാങ്ങി സ്വന്തമായി ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ കോസ്റ്റ് കുറവാണല്ലോ. അപ്പോൾ അങ്ങനെ അത് ട്രൈ ചെയ്താലുള്ള ഗുണങ്ങളും ദോഷങ്ങളും അതിനെപ്പറ്റി വളരെ വിശദമായിട്ടാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. ആദ്യമായിട്ട് IUI എന്താണെന്ന് നോക്കാം. IUI എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ പ്രൊസീജിയറാണ്. അത് നമുക്ക് ഹോസ്പിറ്റൽസിലാണ് ചെയ്യുക. ഡോക്ടറുടെ ഗൈഡൻസ്, അൾട്രാസൗണ്ടിൻ്റെ ഗൈഡൻസോടുകൂടി ഓവുലേഷൻ കണ്ടുപിടിക്കപ്പെടും. ഓവുലേഷൻ ഡേറ്റ് തീരുമാനിച്ച ശേഷം ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് സ്പേം കളക്ട് ചെയ്ത് വാഷ് ചെയ്ത ശേഷം നല്ല മോട്ടിലിറ്റി ഉള്ള സ്പേംസ് യൂട്രസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഒരു കത്തീറ്റർ ഉപയോഗിച്ച് യൂട്രസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് IUI എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയർ ആർക്കൊക്കെയാണ് ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മോട്ടിലിറ്റി പ്രശ്നമുള്ളവർക്ക്, കൗണ്ട് പ്രശ്നമുള്ളവർക്ക്, അതിൻ്റെ മൈൽഡായിട്ട് മെയിൽ ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്ക്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താ പറയുക, സെർവിക്കൽ മ്യൂക്കസിന് പ്രോബ്ലം ഉള്ളവർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് IUI ചെയ്യുമ്പോഴത്തേക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും പ്രഗ്നൻ്റ് ആകാനായിട്ട്. അപ്പോൾ ഈ സെൽഫ് ഇൻസെമിനേഷൻ ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് മൈൽഡ് ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക. ഈ സെൽഫ് ഇൻസെമിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും അത് എന്താ പറയുക, നമുക്ക് ഒരു സിറിഞ്ച് ഉപയോഗിച്ച് വജൈനിലേക്കാണ് സ്പേം കടത്തി വിടുന്നത്. നേരെ മറിച്ച് IUI ആകുമ്പോൾ അത് യൂട്രസിലേക്ക് നേരിട്ടെത്തും. അപ്പോൾ സ്പേമുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള ദൂരം കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് അതിൽ പ്രഗ്നൻസി ചാൻസ് കൂടുതലെന്ന് പറയുക. പക്ഷേ സെൽഫ് ഇൻസെമിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് വജൈന വരെ എത്തുന്നുള്ളൂ, യൂട്രസ് വരെ എത്തുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അത് ഡോക്ടർ ഗൈഡൻസോടെയല്ല ചെയ്യുന്നത്. പിന്നെ ഇൻസെമിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓവുലേഷൻ ടൈം കൃത്യമായിട്ട് കണക്കാക്കേണ്ടി വരും. ഹോസ്പിറ്റൽസിലാകുമ്പോഴത്തേക്കും അത് അൾട്രാസൗണ്ട് ഗൈഡൻസോടുകൂടി നമ്മൾ ഓവുലേഷൻ ഡേറ്റ് ഒക്കെ കണ്ടുപിടിക്കും. എന്നിട്ടാണ് IUI തീരുമാനിക്കുക. പിന്നെ IUI ചെയ്യുന്ന ടൈം, അതായത് സെൽഫ് ഇൻസെമിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് ഉപകാരപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കപ്പിൾസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും, കുറച്ചൊരു പ്രൈവസി ഉണ്ടാകും. അതൊക്കെയാണ് അതിൻ്റെ മെച്ചം എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഹൈജീൻ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഒരു മെഡിക്കൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടർ അഡ്വൈസ് സ്വീകരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ IUIക്കുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ അത് ഡോക്ടർ ഗൈഡൻസോടെയാണ് ചെയ്യുന്നത്. പിന്നെ അത് സ്പേംസ് യൂട്രസ് വരെ എത്തുന്നുണ്ട്. പിന്നെ സ്പേംസ് വാഷ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മോട്ടിലിറ്റി ഉള്ള സ്പേംസ് ആണ് നമ്മൾ യൂട്രസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ പ്രഗ്നൻസി ചാൻസ് കൂടുതലാണ്. പിന്നെ സെൽഫ് ഇൻസെമിനേഷൻ ചെയ്യുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ കുറച്ച് പ്രൈവസി ഉണ്ടാകും. അതിൽ സ്പേംസ് വാഷ് ചെയ്യുന്നില്ല. പിന്നെ സ്പേംസ് വജൈന വരെ കടത്തി വിടുന്നുള്ളൂ. അതുകൊണ്ട് IUI അപേക്ഷിച്ച് കുറച്ച് പ്രഗ്നൻസി ചാൻസസ് കുറവായിരിക്കും. നേരെ മറിച്ച് കോസ്റ്റും പ്രൈവസി നോക്കുവാണെങ്കിൽ സെൽഫ് ഇൻസെമിനേഷൻ തന്നെയാണ് ബെറ്റർ. പിന്നെ സെൽഫ് ഇൻസെമിനേഷൻ ഉപകാരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർകോഴ്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, ടൈമിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, മൈൽഡ് ഇൻഫെർട്ടിലിറ്റി ഉള്ള കേസസിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഉപകാരപ്പെടും. അതായത് നമ്മൾ നോർമൽ ഫിസിക്കൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് വേറൊരു തരത്തിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ജസ്റ്റ് ഒന്ന് ബൈപ്പാസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് IUI സെൽഫ് ഇൻസെമിനേഷൻ കിറ്റ് കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് IUI പോലുള്ള, അതായത് കുറച്ചധികം ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ട്, കുറച്ചധികം നാളെ ട്രൈ ചെയ്തിട്ട് ഒന്നും പ്രഗ്നൻസി ആവുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നേരെ പോയിട്ട് ഡോക്ടറെ കണ്ടുപോയിട്ട് ഡോക്ടറുടെ ഗൈഡൻസോടുകൂടി ചെയ്യുന്നതാണ് എനിക്ക് നല്ലത്. പിന്നെ ചിലർക്ക് എന്താ പറയുക, നമുക്ക് പണ്ട് ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാകില്ല എന്ന് പറഞ്ഞ പോലെ എന്താ പറയുക, ഈ സെൽഫ് ഇൻസെമിനേഷൻ ഒന്നും എല്ലാവർക്കും ശരിയായിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ചും ഇനി IUI തന്നെ ട്യൂബൽ ബ്ലോക്കുള്ള ആൾക്കാർ IUI ട്രൈ ചെയ്യാതിരിക്കുക നല്ലത്. ഒരു ട്യൂബ് മാത്രമേ ബ്ലോക്ക് ഉള്ളെങ്കിൽ IUI നല്ല ഓപ്ഷനാണ്. അതുപോലെ നോർമലായിട്ടും പ്രഗ്നൻ്റ് ആകാം. പക്ഷേ 2 ട്യൂബും ബ്ലോക്ക് ഉണ്ട്, സിവിയർ ആയിട്ടുള്ള എൻഡോമെട്രിയോസിസ് അങ്ങനെയുള്ള കേസിലൊന്നും IUI തന്നെ ഫലപ്രദമാകില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, നിങ്ങളുടെ പ്രോബ്ലം ഒന്ന് അസസ് ചെയ്യുക. അതിനുശേഷം മാത്രം ഡോക്ടറുടെ ഗൈഡൻസോടുകൂടി IUIയോ അത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാം. അതുപോലെ ഓവുലേഷൻ നടക്കാത്ത ആൾക്കാർ IUI ചെയ്തിട്ട് സെൽഫ് ഇൻസെമിനേഷൻ ചെയ്തിട്ടൊരു കാര്യമില്ല. IUI ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റൽസിൽ ഓവുലേഷൻ നടക്കുന്നതിൽ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് ഒക്കെ തരാറുണ്ട്. അപ്പോൾ ആ സക്സസ് റേറ്റ് കൂടുന്നതിന് വേണ്ടി ടാബ്ലറ്റ്സ് തരാറുണ്ട്. നമ്മൾ സെൽഫ് ഇൻസെമിനേഷൻ ചെയ്യുമ്പോൾ ഇതൊന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ഗൈഡൻസ് സ്വീകരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ നമ്മളെ സെൽഫ് ഇൻസെമിനേഷൻ ചെയ്യാനുള്ള എന്താ പറയുക കിറ്റുകളുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല. കാരണം ഡോക്ടർ ഗൈഡൻസ് ആണ് നല്ലത്. ഹൈജീൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻഫെക്ഷൻ വരാതെ ശ്രദ്ധിക്കണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താ പറയുക, വീഡിയോയിൽ പ്രത്യേകം വേറെ ഒന്നും പറയാനില്ല. പ്രൈവസിയും ഉള്ള ആൾക്കാർക്ക് ഇന്റർകോഴ്സ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞിനെ കാത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു എന്താ പറയുക, അറിയുമുള്ള കുഞ്ഞിനെ കിട്ടുന്ന ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.